ഞാനിപ്പോൾ ഉള്ളത് ഫ്രാൻസിലെ വന്തേ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സെൻലോറ സുസെർവ് എന്ന സ്ഥലത്താണ്. എൻ്റെ പുറകിൽ കാണുന്നത് മോൺഫോർട്ടിൻ്റെ പേരിൽ ഡെഡിക്കേറ്റ് ചെയ്തുള്ള ബസിലിക്കയാണ്. സെന്റ് ലൂയിസ് മരി ഗ്രിഗ്നോൺ ദി മോൺഫോർട്ട്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് മിഷൻ ഈ പാരിഷിലായിരുന്നു. 22 ഏപ്രിൽ 1916 തൻ്റെ അവസാനത്തെ സുവിശേഷം പങ്കുവയ്ക്കുന്ന സമയത്ത് അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. അതിനുശേഷം ഏപ്രിൽ 28-ാം തീയതി ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു. ഈ ബസിലിക്ക 1888 പണി തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ബിയാറ്റിഫിക്കേഷന് ശേഷം ഇത് കംപ്ലീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. മനോഹരമായ ബസിലിക്ക മോൺഫോർട്ടിൻ്റെ ജീവിതത്തിലെ പല ഭാഗങ്ങളും ഇതിൻ്റെ സ്റ്റെയിൻ ഗ്ലാസ്സിലൂടെ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ധാരാളം വിശ്വാസികൾ വന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ മോൺഫോർട്ടിൻ്റെ മധ്യസ്ഥം തേടി അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോകുന്ന ഒരു ബസിലിക്കയാണ്. ഈ ബസിലിക്കയിലേക്ക് നമുക്ക് കടക്കാം. ഞാനിപ്പോൾ ഉള്ളത് സെന്റ് ലൂയി മരി ഗ്രിഗ്നോൺ ദി മോൺഫോർട്ടിൻ്റെ നാമത്തിലുള്ള ബസിലിക്കയിലാണ്, സെല്ലോറ സുസെർവ് എന്ന ഫ്രാൻസിലെ സ്ഥലത്ത്. മോൺഫോർട്ട്, ഇന്ന് മോൺഫോർട്ടിൻ്റെ ഓർമ്മ നമ്മൾ ആചരിക്കുകയാണ്. 1716 ആണ് മോൺഫോർട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അദ്ദേഹം വെറും 43 വയസ്സ് മാത്രം ജീവിച്ച് കടന്നുപോയ ഒരു വിശുദ്ധനാണ്. വെറും 43 വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹം 200-ലധികം മിഷൻ പ്രീച്ച് ചെയ്യുകയും ഒത്തിരിയേറെ ആളുകളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു. കർത്താവിലേക്കുള്ള ഏറ്റവും എളുപ്പവും ഏറ്റവും ഹ്രസ്വ വഴി മറിയത്തിലൂടെ ആണ് എന്ന് നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് ടോട്ടൽ കോൺസെക്രേഷൻ എന്ന കോൺസെപ്റ്റ് നമുക്ക് തരികയുണ്ടായി. അതായത് മാതാവിലൂടെ നമ്മൾ പൂർണ്ണമായും സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് യേശുവിൽ എത്തിച്ചേരുവാനും യേശുവിനോടുകൂടെ പരിപൂർണത പ്രാപിക്കുവാനുമായിട്ട് സാധിക്കുമെന്ന് കാട്ടിത്തന്ന വിശുദ്ധനാണ്. അദ്ദേഹം തൻ്റെ 16 വർഷത്തിനുള്ളിൽ ഒത്തിരിയേറെ മിഷൻ പ്രീച്ച് ചെയ്തപ്പോൾ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയുണ്ടായി. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ ബ്രെഡ്, അതായത് അപ്പം വർദ്ധിപ്പിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, കൺഫ്യൂഷൻ വന്നവരെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് അവരെ മൊത്തത്തിൽ സഭയിലേക്ക് ആനയിക്കുകയും ചെയ്തു. ഒത്തിരിയേറെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ അനേകം ആത്മാക്കളെ ദൈവത്തിന് വേണ്ടി നേടുവാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ അവസാന മിഷൻ 200 മിഷൻ പ്രസംഗിച്ചതിൽ ഏറ്റവും അവസാനത്തെ മിഷൻ ഇതേ സ്ഥലത്തായിരുന്നു, ഇതേ ചാപ്പൽ വെച്ചായിരുന്നു. ഏപ്രിൽ മാസം 22-ാം തീയതി 1716 ഇവിടെ മിഷൻ പ്രീച്ചിങ്ങിന് വേണ്ടി വന്നപ്പോൾ അന്ന് ബിഷപ്പും ഇവിടെ വരുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി എല്ലാവരെയും ക്രമീകരിച്ച് വളരെ പ്രിപ്പറേഷനൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം വളരെ രോഗബാധിതനായി. പിന്നെ അവസാന വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിൽ ബിഷപ്പ് പറഞ്ഞു, മോൺഫോർട്ട് ആണ് സന്ദേശം തരേണ്ടത് എന്ന്. അങ്ങനെ മോൺഫോർട്ടിൻ്റെ അവസാനത്തെ പ്രസംഗം പുൾപിറ്റിൽ വെച്ചായിരുന്നു. അത് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചായിരുന്നു. ദ ടെൻഡർനെസ് ഓഫ് ജീസസ്, കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് മോൺഫോർട്ട് കുഴഞ്ഞു വീഴുകയായിരുന്നു. പിന്നീട് 6 ദിവസത്തിന് ശേഷം ഏപ്രിൽ 28-ാം തീയതി 1716 മോൺഫോർട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു, തൻ്റെ സ്വർഗീയനാഥനോട് ആയിരിക്കുവാൻ വേണ്ടി. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് മോൺഫോർട്ട് പറഞ്ഞു, പിശാചേ, ഇനി ഒരിക്കലും നിനക്ക് എന്നെ ശല്യപ്പെടുത്തുവാനായിട്ട് സാധിക്കില്ല, ഞാൻ മാതാവിൻ്റെയും യേശുവിൻ്റെയും മധ്യത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുരിശ് ചുംബിച്ചുകൊണ്ട് അദ്ദേഹം അവസാന ശ്വാസം വലിച്ചു. അതേ സ്നേഹമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ ഖബറിടം ഇവിടെയാണ്. ഇതേ ബസിലിക്കയിൽ തന്നെ അടക്കം ചെയ്തിട്ടുണ്ട്. അനേകം ആളുകൾ വന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാന മിഷന് ശേഷം ഈ സ്ഥലത്താണ് വിശുദ്ധ മോൺഫോർട്ടിൻ്റെ റിലീക്സ് ഉള്ളത്. ഇവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്. മോൺഫോർട്ടിൻ്റെ മരണശേഷം അനേകം പേര് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയിൽ അനുഗ്രഹം പ്രാപിക്കുകയുണ്ടായി. ഒത്തിരിയേറെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്ലാക്കാർഡിൽ ഇവിടെ നന്ദി സൂചകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. അതിനുശേഷം 1888 പോപ്പ് ലിയോ 13 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. അതിനുശേഷം ജൂലൈ 20-ാം തീയതി 1947 പരിശുദ്ധ പിതാവ്
പയസ് 12 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതേ ബസിലിക്കയിൽ വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ഖബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. 1996 ഈ വർഷം 2026 30ാം വാർഷികമാണ്. അതിനോട് അനുബന്ധിച്ചുള്ള ആഘോഷങ്ങളൊക്കെ നടക്കുവാനായിട്ട് പോവുകയാണ്. ഈ വിശുദ്ധ മോൺഫോർട്ട് വിശുദ്ധ ജോൺ പോളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിശുദ്ധനായിരുന്നു. കാരണം തൻ്റെ പാപ്പയുടെ ആപ്തവാക്യമായ തൊത്തത്തൂസ് എന്ന ആപ്തവാക്യം തിരഞ്ഞെടുത്ത മോൺഫോർട്ടിന്റെ സ്പിരിച്വാലിറ്റിയിൽ നിന്നാണ്. മോൺഫോർട്ട് വെറും ഒരു വിശുദ്ധൻ മാത്രമായിരുന്നില്ല, പരിശുദ്ധ അമ്മയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് യേശുവിലേക്കുള്ള ഏറ്റവും എളുപ്പമായ വഴി പരിശുദ്ധ അമ്മയാണ് നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് ട്രൂ ഡിവോഷന് വഴി യഥാർത്ഥ മരിഭക്തി എന്ന മാസ്റ്റർ പീസ് സഭയ്ക്ക് സമ്മാനിച്ചു. 43 ഭാഷകളിലധികം ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ട്രൂ ഡിവോഷൻ്റെ മേരി ടോട്ടൽ കോൺസെക്രേഷൻ എന്ന തീമിലൂടെ അനേക കാര്യങ്ങളെ ഇന്നും സഭയിലേക്കും കർത്താവിലേക്കും ആകർഷിക്കുന്ന ആ വിശുദ്ധൻ ഇന്ന് എല്ലാ മനുഷ്യ ഹൃദയങ്ങളും ജീവിക്കുന്നുണ്ട്. ഇന്ന് മോൺഫോർട്ടിന്റെ ഫീസ്റ്റ് ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ വിശുദ്ധ മോൺഫോർട്ടിന്റെ കർമ്മടത്തിങ്കിൽ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ വിശുദ്ധന്റെ മധ്യസ്ഥൻ നിങ്ങൾ എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.